യേശുവെ മഹത്വം, യേശുവെ നന്ദി. ആദ്യം തന്നെ ഞാൻ എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു, ഇവിടെ വരികയും സ്റ്റേജിൽ പറഞ്ഞ് സാക്ഷ്യം പറയാൻ അവസരം തന്നതിന്. എൻ്റെ പേര് ടിജോ, ഞാൻ വാഴക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇപ്പോൾ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് UK വർക്ക് ചെയ്യുന്നു 2 വർഷമായത്തോളം. UK പോകുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. UK നല്ല ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാനും അതുപോലെ നല്ല സാലറി അട്രാക്ട്മെൻറ്റോടെ വർക്ക് ചെയ്യാനും മറ്റ് തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി. പോകുന്നതിന് മുമ്പ് കോൺട്രാക്റ്റ് റിസീവ് ചെയ്തായിരുന്നു. അതിൽ നല്ല സാലറിയും പേയ്മെൻറ്റും എല്ലാം ഡീറ്റെയിൽസും ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും എല്ലാം കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് കർത്താവിന്. യു കെയിലെത്തി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അവിടെ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓസ്കി പാസ്സാവണമല്ലോ. ഓസ്കി പാസ്സായാലേ നമ്മൾ രജിസ്റ്റേർഡ് നഴ്സ് ആവത്തുള്ളൂ. ഓസ്കി 10 സ്റ്റേഷൻസ് വെച്ചാണ് കവറാവുന്നത്. അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ, അതായത് എക്സാമിന് ഫസ്റ്റ് സ്റ്റേഷനിലെത്തിയപ്പോൾ ആകെ ടെൻഷനും പാനിക്കായി. കാരണം ഞങ്ങൾ അതുവരെ പ്രാക്ടീസ് ചെയ്ത എക്യുപ്മെൻ്റ് അല്ലായിരുന്നു. അത് കണ്ടപ്പോഴേ കയ്യൊന്ന് പോയി, എല്ലാം പോകുമെന്ന് വിചാരിച്ചു. ടെസ്റ്റ് റിസൾട്ട് വന്നു, 10ൽ 8 സ്റ്റേഷൻസ് പാസ്സായി. അതിന് ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ ബാക്കി 2 സ്റ്റേഷൻസ് ഫോക്കസ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ബാക്കി സ്റ്റേഷൻസ് മാതാവിനോട് പ്രാർത്ഥിച്ച് കയ്യിലുള്ള കാശിരൂപം കൊണ്ട് മുറുകെ പിടിച്ച് പോക്കറ്റിൽ വെച്ചു. റൂമിലേക്ക് കയറുമ്പോൾ അത് കയ്യിൽ വെക്കാൻ അലൗഡ് അല്ലായിരുന്നു, അത് പോക്കറ്റിൽ വെച്ചു കയറി ചെയ്തു. അത് ടെസ്റ്റ് പാസ്സായി. അതിന് ഒരുപാട് നന്ദിയുണ്ട് മാതാവിനും ഈശോയനും. ഞാൻ അവിടെ എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ രജിസ്റ്റേർഡ് നേഴ്സാണല്ലോ, അതായത് എൻഡോസ്കോപ്പിസ്റ്റിനോ കൺസൾട്ടൻസിന് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ബയോപ്സിയൊക്കെ എടുക്കാൻ. അപ്പോൾ ബയോപ്സി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനതിന് അസിസ്റ്റ് ചെയ്ത് ബയോപ്സി എടുത്തു കഴിഞ്ഞപ്പോൾ സാമ്പിൾ എടുത്ത് നമ്മൾ കാസറ്റിൽ ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്തിട്ട് പേഷ്യൻ്റ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഞങ്ങളുടെ ടീമിൽ വേറെ നേഴ്സിൻ്റെ ഒപ്പം ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ സാമ്പിൾ കാണുന്നില്ല, മിസ്സായി. അപ്പോൾ ഞാനാകെ വേർത്തു, ടെൻഷനായി, കുളവായി. പേഷ്യൻ്റ് അറിയായിരുന്നു ഇത് സാമ്പിൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ വലിയ ഇൻസിഡൻ്റ് ആവുമെന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 20-25 മിനിറ്റോളം ആ റൂമിലെല്ലാം നോക്കി, കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന് ഇങ്ങനെ, ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ കാശിരൂപം വെക്കുന്നുണ്ട്. കാശിരൂപം കയ്യെ മുറുക്കി പിടിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷ സാക്ഷിയായി വരുത്തണമേ, ഇത് കിട്ടിയ ഉറപ്പായി ഞാൻ ഇവിടെ സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു, ആ ഡസ്റ്റ്ബിൻ, അവിടെ ഇരിക്കുന്ന റഷ് ബിൻ, അതൊന്ന് മാറ്റി നോക്കാൻ പറഞ്ഞു. അങ്ങനെ മനസ്സിൽ തോന്നൽ വന്നു. അങ്ങനെ ഇത് മാറ്റിയപ്പോൾ സംഭവം അവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് നന്ദി പറഞ്ഞ ദൈവത്തിനോടും മാതാവിനോടും അവിടെ ഉള്ളവരോടും ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണ്, അതുകൊണ്ട് മാതാവ് എനിക്ക് കണ്ടുപിടിച്ച് തന്നതാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ പിന്നും നഷ്ടപ്പെടും, ഞാൻ തിരിച്ച് പോരണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലായതുകൊണ്ട് മാതാവ് എന്നെ രക്ഷിച്ചു. പിന്നെ ഉടമ്പടി ഉടമ്പടിയിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ കാര്യങ്ങൾ വെച്ചായിരുന്നു. മമ്മിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നായിരുന്നു. അതായത് മമ്മിക്ക് ലേറ്റസ്റ്റ് സ്റ്റേജ് യൂട്രസ് പ്രൊലാപ്സായി. 2 ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. 2 ഹോസ്പിറ്റലിൽ അവർ റിജക്റ്റ് ചെയ്തു. കാരണം ഏജ് ഓവറും ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസും മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ മമ്മിയുടെ എൻ്റെ ആൻറ്റി പറഞ്ഞായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് നോക്കാം, ഡോക്ടറിനെ വിളിക്കാം, സംസാരിച്ച് നോക്കാം. അങ്ങനെ വിളിച്ച് സംസാരിച്ച് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഏജ് ഓവറാണ്, വേറെ ഹോസ്പിറ്റൽസിൽ ചെയ്യില്ല എന്ന് പറഞ്ഞു, ഇത്ര മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാരില്ല, നമുക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മീനെ റെഡിയാക്കി ഞങ്ങൾ തിയേറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലിരുന്ന കാശിരൂപം മുറുക്കി വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം മമ്മിയുടെ നെറ്റിയിൽ കുരിശ് വരിക്കുകയും ചെയ്തു. അതുകൊണ്ട് മമ്മിക്കും ഞങ്ങൾക്കും യാതൊരു ടെൻഷനില്ല, കാരണം മാതാവ് കൂടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുമെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ തിയേറ്ററിൽ പോയി എല്ലാം കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, യൂട്രസ് ഊരിയിട്ടുണ്ട്, സർജറി സക്സസ്ഫുൾ ആയിരുന്നു, വേറെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മാതാവ് ഈശോയും പ്രവർത്തിച്ച അവിടെ. അതുകൊണ്ട് മമ്മി ഇപ്പോൾ സോഫാർ ഓക്കെയാണ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ മമ്മീനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല, കാരണം മമ്മിക്ക് ട്രാവൽ ചെയ്യുന്ന ഇഷ്യൂസും മെഡിക്കൽ മെഡിക്കേഷൻസും ഒക്കെ എടുക്കുന്നതുകൊണ്ട് മമ്മിക്ക് അധികം അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് മമ്മിയെ കൊണ്ടുവരാൻ പറ്റാത്തത്. പിന്നെ ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി അതുപോലെ ബ്രദർ ഇല്ലോന് വേണ്ടി ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അവർ ഉടമ്പടിയിലായതുകൊണ്ട്
അവർ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കുന്നു. പിന്നെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ നല്ല മടിയനായിരുന്നു. കൊന്തയ്ക്ക് ചെല്ലാനും അരമുറി കൊന്തയ്ക്ക് ചെല്ലും. പിന്നെ ബൈബിൾ വായനയൊന്നുമില്ല, ഒരു മിനിറ്റ് വല്ലതും വായിച്ചു. ഉടമ്പടിയിൽ കഴിഞ്ഞപ്പോൾ ഞാനെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യും. അതുപോലെ മരണം വരെ ഉടമ്പടിയിൽ അയക്കാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ UK ഇവിടെ വന്ന് ലീവിന് വന്ന് ഇവിടെ കിട്ടിയ പത്രവും ഒക്കെ എല്ലാം അടുത്തുള്ള വീടുകളിലും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. എനിക്ക് കിട്ടിയ അനുഭവവും ചെറിയതും വലുതും അനുഭവവും എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്യും. അതുപോലെ UK എത്തിയിട്ടും ഞാൻ ഇവിടുന്ന് കുറേ ഇംഗ്ലീഷ് പത്രം മേടിച്ചുകൊണ്ട് പോയി അവിടെ ഉള്ളവർക്ക് അവിടെ ചർച്ചിൽ കൊടുക്കുകയും എൻ്റെ അനുഭവം പറയും. ഡ്യൂട്ടിയിലായിരിക്കുന്നവർ, അതായത് ഞങ്ങൾ ഡ്യൂട്ടിയിൽ വർക്ക് ചെയ്യുന്ന മിക്സ്ഡ് നാഷണാലിറ്റി, മിക്സ്ഡ് കൾച്ചേഴ്സും ഈ പത്രം വിതരണം ചെയ്യും. കുറേ പേരൊക്കെ എടുത്തിട്ടുണ്ട്. അവരോട് പറഞ്ഞു, അവരെൻ്റെ സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ചെറുതും വലിയ അനുഗ്രഹത്തിനായി എൻ്റെ അമ്മ മാതാവിനും ഈശോയിനും ഒരുപാട് നന്ദി പറയും.